അവിടെയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നും എം.എസ്. അനീഷ് കുമാർ കൂടിയുണ്ട്. അനീഷ്, മലയോര മേഖലയിലടക്കം എങ്ങനെയാണ് സ്ഥിതി? ഒപ്പം കഴിഞ്ഞ ദിവസം പുഴകളിലടക്കം ജലനിരപ്പ് ക്രമാതീതമായി കൂടിയിരുന്നു. ഈ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? ജില്ലയിലെ മഴ മുന്നറിയിപ്പും എങ്ങനെയാണ്? പാർവതി, കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മഴയ്ക്ക് നഗരകേന്ദ്രങ്ങളിൽ ഒരു അല്പം ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ ഇടവിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ മഴയോടുകൂടി മിന്നലും വലിയ കാറ്റും ഉണ്ടായിരുന്നു. അതും ജനങ്ങളിൽ ഭീതി പരത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ അർദ്ധരാത്രി വരെ ഏതാണ്ട് പെരുമഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ ഈ പലയിടങ്ങളിലും വീടുകൾ തകരുക, മതിലുകൾക്ക് തകരാർ സംഭവിക്കുക തുടങ്ങിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഒപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ, ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് വെള്ളക്കെട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. തോടുകൾ ഏതാണ്ട് പൂർണ്ണമായി നിറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പൂനൂർപ്പുഴ, മുത്തപ്പൻപുഴ, ചാലിയാർ എന്നിവ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയിരുന്നു. ഒപ്പം കുറ്റ്യാടി മേഖലയിൽ ശക്തമായ മഴയുണ്ടായതിനെ തുടർന്ന് തൊട്ടിപ്പാലം പുഴയിൽ വെള്ളപ്പാച്ചിലുണ്ടായി. ചെറുകുമ്പളം കട്ട് റോഡിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. പയ്യോളി ദേശീയപാതയിലും ബസ് സ്റ്റാൻഡിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ടായി. കുറ്റ്യാടി ചുരത്തിൽ 2 ഇന്നലെ മണ്ണിടിച്ചിലുണ്ടാവുകയും അത് പിന്നീട് മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. കിഴക്കൻ മലയോരത്തുള്ള വലിയ മഴയെ തുടർന്ന് ഇരുവിരിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ഇന്നലെ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിലും ഇവിടെ വെള്ളം കയറിയിരിക്കുന്നു. കാട്ടിൽ പലപ്പോഴും ഉരുൾപൊട്ടലടക്കമുള്ള ഉണ്ടാകുമ്പോഴാണ് അനിയന്ത്രിതമായ തോതിൽ ഇരുവിഴിഞ്ഞിപ്പുഴയിലൂടെയും ഒപ്പം ചെറുപുഴയിലൂടെയും വെള്ളം ഒഴുകുക. അങ്ങനെ വന്നാൽ തീരപ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചുങ്കക്കുറ്റി 4-ാം വളവ് ഭാഗങ്ങളിലും കാവിലുംപാറ ചുരം റോഡ് എന്നിവിടങ്ങളിൽ അടക്കമുള്ള ഇടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും അധികൃതർ കൃത്യമായി ഇടപെടുകയും മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് ഇന്നും ജില്ലയിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ KCBയുടെ ഹൈഡൽ ടൂറിസം പദ്ധതികൾ ഏതാണ്ട് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കക്കയം ഇക്കോ ടൂറിസം സെന്റർ കോഴിക്കോട് മഴ ശക്തമാണ്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും മഴ നാശം വിതച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നത് എം.എസ്. അനീഷ് കുമാർ.